ഹായ് ഗൈസ്, നമ്മളിന്ന് NCERT ക്ലാസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹിസ്റ്ററിയാണ് നോക്കുന്നത്. സോ ഒരു കഥ പോലെ കേട്ടിരിക്കുക. സോ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാസ്റ്റ് എന്നാണ്. സോ ഈ ചാപ്റ്ററിൻ്റെ പേര് ഫോക്കസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു പ്ലൂറൽ ഫോമിലാണ് തുടങ്ങിയേക്കുന്നത് അല്ലേ. സോ നമുക്ക് നമ്മുടെ പാസ്റ്റിനെ പറ്റി ചിന്തിക്കുമ്പം അതിൻ്റെ എവിഡൻസുകൾ ആർക്കിയോളജിക്കൽ പരമായിട്ടും ഹിസ്റ്റോറിക്കൽ എവിഡൻസ് പരമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സോ എന്തുകൊണ്ടാണ് പാസ്റ്റ് എന്ന് പറഞ്ഞ പ്ലൂറൽ ഫോം യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ റീജിയണിലും ഓരോരോ ടൈപ്പിലുള്ള ആളുകൾ പല പല ജീവിതശൈലികളാണ് കൊണ്ടുപോയിരുന്നത്. സോ ഓരോരുത്തരുടെയും പാസ്റ്റുകൾ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഒരു പ്ലൂറൽ ഫോമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആൻഡമാൻ ഐലൻഡിലുള്ള ആ ഒരു ജനങ്ങളുടെ ജീവിത രീതി, അതായത് ഫുഡിങ് സ്റ്റൈലാണെങ്കിലും ഹണ്ടിങ് സ്റ്റൈലാണെങ്കിലും ഫിഷിങ് സ്റ്റൈലാണെങ്കിലും അതുപോലെയാണ് നമ്മൾ ജീവിക്കുന്നത്. സോ അവരുടെ പാസ്റ്റും നമ്മുടെ പാസ്റ്റും ഡിഫറെൻ്റ് ആണെന്ന് പറയാമല്ലേ. സോ ഓരോ കാലഘട്ടത്തിലും ഉള്ള ആളുകളുടെ ജീവിത ശൈലികൾ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഒരു പ്ലൂറൽ ഫോമിൽ ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സോ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ജീവിച്ചിരുന്ന ആളുകളുടെ ഫുഡ്, അന്നുണ്ടായിരുന്ന റൂളേഴ്സ് ആരാണ്, അവരുടെ ജീവിത രീതികൾ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ് നമ്മളെ ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. നമ്മൾ അന്നത്തെ കാലഘട്ടത്തിലുള്ള ജനങ്ങളുടെ അതായത് അവർ സെറ്റിൽ ചെയ്ത സ്ഥലങ്ങളുടെ എവിഡൻസുകൾ നോക്കുമ്പോൾ കൂടുതലും നമുക്ക് ബാങ്ക്സ് ഓഫ് റിവേഴ്സിലാണ് ഇത്തരത്തിലുള്ള സെറ്റിൽമെൻറ്റ് കാണാൻ പറ്റിയത്. സോ നമുക്ക് പറയാം അന്നത്തെ കാലഘട്ടത്തിലുള്ള ആളുകൾ നദീകരകളിലായിരുന്നു ജീവിച്ചിരുന്നത്. സോ അന്ന് അവർ എന്തായിരുന്നു ചെയ്തിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന ഭക്ഷ്യവസ്തുക്കൾ അവർ തന്നെ കണ്ടെത്തുമായിരുന്നു. സോ അവരൊരു സ്കിൽഡ് ഗ്യാദറേഴ്സ് ആയിരുന്നു. ഒപ്പം തന്നെ മൃഗങ്ങളെയും ഹണ്ട് ചെയ്യും. സോ ഹണ്ടിങ്ങും ഉണ്ട്, ഫുഡ് ഗ്യാദറും ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അവരെ എങ്ങനെ വിളിക്കാം? ഗ്യാദറേഴ്സ് ആൻഡ് ഹണ്ടേഴ്സ്. സോ അവരൊരു സ്കിൽഡ് ഗ്യാദറേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഫോറസ്റ്റിലുള്ള എല്ലാ പ്ലാന്റ്സിനെ പറ്റിയും വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ടായിരുന്നു. അതായത് ഏതാണ് എഡിബിൾ, ഏതാണ് ഭക്ഷ്യയോഗ്യമായത്, ഏതാണ് പോയ്സണസ് ആയിട്ടുള്ളത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് നന്നായി അറിയാമായിരുന്നു. സോ ഒരു ഫോറസ്റ്റിലുള്ള റൂട്ട്സ്, ഫ്രൂട്ട്സ്, ഒപ്പം തന്നെ പ്ലാന്റ്സ്, എല്ലാ കാര്യങ്ങളും അതിൻ്റെ ആ ഒരു വെൽത്തിനെ പറ്റി നല്ല ഐഡിയ ഉള്ള ആൾക്കാരായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. നമ്മളിനി പറയുന്നത് ഹിസ്റ്റോറിക്കൽ എവിഡൻസുകൾ കിട്ടിയിട്ടുള്ള ഓരോ റീജിയൻസിനെ പറ്റിയാണ്. സോ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് റീജിയനിൽ 2 ഹില്ലി ഏരിയാസ് ഉണ്ട്, സുലൈമാൻ ഹിൽസും കിർത്താർ ഹിൽസും. സോ ഈ ഒരു റീജിയനിൽ ഏതൊക്കെ ക്രോപ്സുകളാണ് അവർ വളർത്താൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. സോ എങ്ങനെയായിരിക്കും അവിടെ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ നോക്കുമ്പോഴേക്കും നമുക്ക് ഇത്തരത്തിലുള്ള ധാന്യങ്ങളുടെ അരികൾ എവിഡൻസുകളായിട്ട് കിട്ടുന്നുണ്ട്. സോ നമ്മളിപ്പം പറഞ്ഞു വരുന്നത് 8000 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് പറയുന്നത്. സോ 8000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു നോർത്ത് വെസ്റ്റ് റീജിയനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ക്രോപ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീറ്റ്, ബാർലി. സോ നമുക്ക് എങ്ങനെ പറയാം ഈ ഒരു റീജിയനിൽ അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം അല്ലേ. സോ ഈ ഒരു അവർ ഈ ഒരു ക്രോപ്സിനെ കൾട്ടിവേറ്റ് ചെയ്തത് മാത്രമാണോ ഉണ്ടായിരുന്നത്? അല്ല, നമുക്ക് അവിടുന്ന് ഒരുപാട് അനിമൽസിൻ്റെ ഫോസിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഏതൊക്കെ അനിമൽസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷീപ്പ്, ഗോട്ട്, ക്യാറ്റ്. സോ അനിമൽസിനെയും കിട്ടിയിട്ടുണ്ട്, ഒപ്പം തന്നെ ക്രോപ്സും ഉണ്ടായിരുന്നു. സോ നമുക്ക് പറയാം 8000 വർഷങ്ങൾക്ക് മുമ്പ് അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ മൃഗങ്ങളെ വളർത്തുന്നുമുണ്ടായിരുന്നു. സോ ഈ ഒരു റീജിയനിൽ മാത്രമാണോ ഉണ്ടായിരുന്നത്? അല്ല, നമുക്ക് മറ്റ് റീജിയൻസിലും അഗ്രികൾച്ചറിൻ്റെ ഡെവലപ്മെൻറ്റ് കാണാൻ പറ്റും. സോ നമ്മൾ ആദ്യം പറഞ്ഞത് നോർത്ത് വെസ്റ്റ് റീജിയനിലുള്ള ആ ഒരു ഹില്ലി ഏരിയയിലായിരുന്നു. ഇനി വേറെ റീജിയൻസ് നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് റീജിയനിലുള്ള ഗാരോ ഹിൽസ്, പിന്നെ സെൻട്രൽ ഇന്ത്യ നോക്കുകയാണെങ്കിൽ വിന്ധ്യാസ്. സോ വിന്ധ്യാസിൽ നമുക്ക് നേരത്തെ പറഞ്ഞ വീറ്റും ബാർലി അല്ല, റൈസിൻ്റെ എവിഡൻസും കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് പറയാം 8000 വർഷങ്ങൾക്ക് മുമ്പ് ക്രോപ്സിനെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ റൈസ് കൾട്ടിവേഷൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്
സെൻട്രൽ ഇന്ത്യയിലെ വിന്ധ്യാസിലാന്ന് പറയാം. ഇനി നമ്മൾ അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോവാണ്, ഇൻഡസ്. സോ നമ്മുടെ നോർത്ത് വെസ്റ്റ് റീജിയനിലുള്ള ആ ഒരു റിവർ സിസ്റ്റമാണ് ഇൻഡസ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇൻഡസ് റിവറിൻ്റെ ഏരിയയിൽ നമുക്കറിയാം റിവറിൻ്റെ ബാങ്ക്സിലായിരുന്നു എന്താണ് നമ്മൾ സെറ്റിൽമെൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലേ. സോ ഏകദേശം ഒരു 4700 വർഷങ്ങൾക്ക് മുമ്പ് ഇൻഡസ് റിവറിൻ്റെ ബാങ്ക്സിൽ നമ്മളെന്താണ് സിറ്റീസ് കാണാൻ തുടങ്ങി. അതായത് സിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നതായിട്ട് കാണാം. ഇനി കുറച്ചും കൂടി അകത്തോട്ട് വരുവാണെങ്കിൽ, അതായത് ഗംഗ അല്ലേ, ഗംഗ റിവർ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 2500 വർഷങ്ങൾക്ക് മുമ്പ് സിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. സോ ഈ ഒരു സിറ്റീസ് ഡെവലപ്പ് ചെയ്യുമ്പോഴേക്കും പതുക്കെ എന്താണ് നാട്ടുരാജ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗ റീജിയൻ്റെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു എന്താണ് വലിയൊരു കിങ്ഡമാണ് മഗധ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. എന്താണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. സോ ഇങ്ങനെ സിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പം ജനങ്ങൾ എന്ത് ചെയ്യും, ഓരോ റീജിയൻസിലുള്ള പ്രശ്നങ്ങൾ കാരണം എന്ത് ചെയ്യും, ട്രാവൽ ചെയ്യാൻ തുടങ്ങും അല്ലേ. ഒരു റീജിയനിൽ നിന്ന് അടുത്ത റീജിയനിലേക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങും. അതായത് ഇപ്പം എന്താണ് എന്തെങ്കിലും ഫ്ലഡ് വന്നാൽ, കാരണം റിവറിൻ്റെ ബാങ്ക്സിലല്ലേ അവർ താമസിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ഇതിപ്പം ഫ്ലഡ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റർ ആണല്ലേ. അതുപോലത്തെ പല ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോഴേക്കും ചില ഏരിയയിലാണെങ്കിൽ എന്താണ് വരൾച്ച ഉണ്ടാവും അല്ലേ. സോ ഇവർക്ക് ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വന്നു, ആ ഒരു റീജിയനിൽ നിന്ന് മറ്റൊരു റീജിയനിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. സോ ട്രാവൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നടന്നു തന്നെയാണല്ലേ പോകുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ. സോ ഇവർക്ക് എന്തൊക്കെ കടന്നു പോകണമാണ്, ഹില്ലി ഏരിയാസ്, ഒപ്പം തന്നെ എന്താണ് കടൽ, പുഴകൾ, ഡെസേർട്ട്. സോ ഇതെല്ലാം കടന്നാണ് അവർ പോകേണ്ടിയിരുന്നത്. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ആർമീസായിട്ട് ഓരോ റീജിയനിലേക്ക് പോകാൻ തുടങ്ങും. അപ്പോൾ അവിടെ വേറെ സെറ്റിൽമെൻറ്റ് ഉണ്ടെങ്കിൽ അവർ തമ്മിൽ എന്തായിരിക്കും ഫൈറ്റ് ഉണ്ടാവും ഇല്ലേ. മറ്റൊരു ലാൻഡ് കോൺകർ ചെയ്യാനായിട്ട് ഓരോ ആൾക്കാർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവും. സോ ഓരോ ഗ്രൂപ്പുകൾ തിരിയാൻ തുടങ്ങി. അങ്ങനെ ഓരോ ആർമീസായിട്ടാണ് അവർ പോയിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയത് അല്ലേ. സോ ഇപ്പം ഓരോ ആ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം മെർച്ചൻസ് ഉണ്ടായിരുന്നു ഇല്ലേ. സോ അവർക്ക് ട്രേഡിന് വേണ്ടി എന്ത് ചെയ്യും, അവർ ട്രാവൽ ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് ഷിപ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. സോ അവരെന്ത് ചെയ്യും, ഓരോ വാല്യുബിൾ ഗുഡ്സ്, അന്നത്തെ കാലഘട്ടത്തിലുള്ള വാല്യുബിൾ ഗുഡ്സ് എന്ത് ചെയ്യും, കടൽ മാർഗത്തിലൂടെ മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങി. ഒപ്പം തന്നെ ആ ഒരു ടൈമിലുണ്ടായിരുന്ന മറ്റൊരു ആൾക്കാരായിരുന്നു റിലീജിയസ് ആയിട്ടുള്ള ടീച്ചേഴ്സ്. സോ റിലീജിയസ് ടീച്ചേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജ് ടു വില്ലേജ് അല്ലെങ്കിൽ ടൗൺ ടു ടൗൺ എന്ത് ചെയ്യും, അവർ ട്രാവൽ ചെയ്യാൻ തുടങ്ങും അല്ലേ. മെയിനായിട്ട് അവർ അഡ്വൈസും ഇൻസ്ട്രക്ഷൻസും ആയിരിക്കും കൊടുക്കുക അല്ലേ. സോ ഇവരുടെ സ്പിരിച്വൽ അഡ്വഞ്ചറേഴ്സിൻ്റെ റിസൾട്ടാണ് എന്താണ് പറയുന്നത്, ഓരോ ജനങ്ങൾക്കിടയിൽ പുതിയ പുതിയ ഐഡിയാസ് ഷെയർ ചെയ്യാൻ തുടങ്ങിയത്. സോ എന്താണ് ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിസം ഇതുപോലെ റിലീജിയസ് ടീച്ചേഴ്സ് സ്പ്രെഡ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു എന്താണ് ഒരു ഗ്രൂപ്പാണ് അല്ലേ. സോ ബുദ്ധിസം സ്പ്രെഡായത് എന്താണ് ഇതുപോലത്തുള്ള സ്പിരിച്വൽ അഡ്വഞ്ചറസിൻ്റെ ഭാഗമായിട്ടാണ്. സോ എന്ത് ചെയ്യാൻ തുടങ്ങി, ജനങ്ങൾ ഫ്രോണ്ടിയേഴ്സിലായിരുന്നു താമസിച്ചിരുന്നത്, അതായത് അതിർത്തികളിലായിരുന്നു ജീവിച്ചിരുന്നത്. അവരെന്ത് ചെയ്യാൻ തുടങ്ങി, സബ് കോണ്ടിനെൻറ്റിലേക്ക് വരാൻ തുടങ്ങി. സോ കുറച്ചും കൂടി ഉള്ളിലേക്ക് സെറ്റിൽമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. സോ ആ ഒരു സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ട് എന്താണ് ട്രാവൽ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്തു, കൾച്ചറൽ ട്രഡീഷൻ കൂടാൻ തുടങ്ങി. സോ അവരെന്ത് ചെയ്തു, പുതിയ പുതിയ വഴികൾ കണ്ടെത്താൻ തുടങ്ങി. ജനങ്ങളുടെ മൂവ്മെൻ്റ് ഉണ്ടായി. സോ ലാൻഡ് ഉണ്ടായി. സോ നമ്മുടെ ലാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ലാൻഡിന് 2 പേരാണുള്ളത്, ഇന്ത്യ ആൻഡ് ഭാരത്. സോ ഈ ഒരു ഇന്ത്യ എന്നുള്ള പേര് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർത്ത് വെസ്റ്റ് റീജിയനിൽ 2500 വർഷങ്ങൾക്ക് മുമ്പ് ഇറാനിയൻസും ഗ്രീക്സും വന്നിട്ടുണ്ടായിരുന്നു. സോ അവരെന്താണ് ആ ഒരു ഇൻഡസ് റിവറിൻ്റെ ഈസ്റ്റിലുള്ള ആ ഒരു ലാൻഡിനെ ഇൻഡോസ് എന്ന് വിളിച്ചു. സോ ആ പേരിൽ നിന്നാണ് ഇന്ത്യ എന്നുള്ള ഒരു പേര് കിട്ടിയത്. ഇതുപോലെ തന്നെ ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് ഋഗ്വേദയിൽ ആ ഒരു ടൈമിൽ ഉള്ള ആ ഒരു വേദിക് ഗ്രൂപ്പുകൾ, ആ ഒരു റീജിയനിൽ താമസിച്ചിട്ടുള്ള ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിളിച്ചിരുന്ന ആ ഒരു പേരായിരുന്നു ഭാരത് എന്ന് പറയുന്നത്. സോ നമ്മൾ ഋഗ്വേദയെ പറ്റി പറഞ്ഞു. സോ ആ ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ടുള്ള ബുക്കുകളിൽ ഒന്നാണ് മനു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ മനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് എന്നാണ്. സോ ഈ ഒരു മനു സ്ക്രിപ്റ്റ് ഹാൻഡ് റിട്ടൺ ആണ്.
കുറേയൊക്കെ എന്താണ് ഓരോ പ്രാണികൾ എന്താണ് നശിപ്പിച്ചിട്ടുണ്ട്. സോ നമ്മൾ കിട്ടിയ കാര്യം വെച്ചിട്ട്, അതായത് സർവൈവ്ഡ് ആയിട്ടുള്ള ആ ഒരു മനുസ്ക്രിപ്റ്റിൽ നിന്ന് നമുക്ക് കുറേ നമ്മുടെ പാസ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. എന്താണ് ആ ഒരു ടൈമിൽ നമ്മുടെ മൊനാസ്ട്രീസിലും ടെമ്പിൾസിലും ഒക്കെ എന്താണ് പ്രിസർവ് ചെയ്യപ്പെട്ടിട്ടുള്ള മനുസ്ക്രിപ്റ്റിൽ നിന്നാണ് നമ്മുടെ പാസ്റ്റുകൾ എടുക്കുന്നത്. സോ അതിൽ നിന്ന് നമുക്ക് എന്താണ് റിലീജിയസ് ആയിട്ടുള്ള ബിലീഫുകൾ, പ്രാക്ടീസസുകൾ, നമ്മുടെ മെഡിസിൻ നോളജ്, ഒപ്പം തന്നെ നമ്മുടെ സയൻസ് നോളജ്, ഒപ്പം തന്നെ ആ ഒരു ടൈമിലുള്ള രാജാക്കന്മാരുടെ ജീവിത രീതികൾ, എപ്പിക്സുകൾ, പോയംസ്, ഒപ്പം ആ സമയത്തുണ്ടായിരുന്ന നാടകങ്ങൾ അല്ലെങ്കിൽ പ്ലേസ്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് നമുക്കിതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ എന്താണ് അന്നത്തെ അപ്പർ കാസ്റ്റിലുള്ള ആൾക്കാരെല്ലാം എന്താണ് സാൻസ്ക്രിറ്റ് ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത്. അപ്പം ഓർഡിനറി ആയിട്ടുള്ള ആളുകളുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാകൃത് ആയിരുന്നു. പിന്നെ അവർ തമിഴ് ലാംഗ്വേജും യൂസ് ചെയ്തിരുന്നു. അടുത്തതായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു എവിഡൻസ് ആണ് ഇൻക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. സോ ഒരു ഹാർഡ് സർഫസിൽ കൊത്തി വെച്ചേക്കുന്ന ആ ഒരു കൊത്തുപണികളെയാണ് ഇൻക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. സോ സ്റ്റോണിലോ മെറ്റലിലോ ആയിരിക്കാം. ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിലെ രാജാക്കന്മാരുടെ ആജ്ഞകൾ, ഓർഡേഴ്സ് എന്താണ് ഓരോ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അവർ ഇൻക്രിപ്ഷൻസ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റോണിലോ മെറ്റൽസിലോ. സോ അത് ജനങ്ങൾ കാണുകയും അവരെന്ത് ചെയ്ത് ഒബേ ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഒപ്പം തന്നെ ഈ ഒരു രാജാക്കന്മാരുടെ ആണെങ്കിലും രാജ്ഞിമാരുടെ ആണെങ്കിലും ഡേ ടു ഡേ ആക്ടിവിറ്റീസും ഇതുപോലെ ഇൻക്രിപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അന്നത്തെ കാലഘട്ടത്തിലെ അവരുടെ ജീവിത രീതികൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ പറ്റും. ഒപ്പം തന്നെ ഈ രാജാക്കന്മാരുടെ വിക്ടറീസും അവരെന്ത് ചെയ്യും ഇത്തരത്തിൽ ഇൻക്രിപ്ഷൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ നിന്നെല്ലാം നമുക്ക് കുറേയൊക്കെ പാസ്റ്റുകൾ കിട്ടിയിരുന്നു. നമ്മൾ ഈ ഒരു ഇൻക്രിപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്കതിൽ ലാംഗ്വേജും കാണാം, സ്ക്രിപ്റ്റും കാണാം. സോ ഈ ഒരു ഇൻക്രിപ്ഷൻസ് മനസ്സിലാക്കുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡിസൈഫർമെൻ്റ് എന്ന് പറയുന്നത്. സോ ഇൻക്രിപ്ഷൻസ് മനസ്സിലാക്കുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡിസൈഫർമെൻ്റ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് നമ്മൾ ഇൻക്രിപ്ഷൻസ് വായിച്ചെടുക്കുന്നത്? ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നോർത്ത് ആഫ്രിക്കൻ കൺട്രിയാണ് ഈജിപ്റ്റ് അല്ലേ. സോ ഈജിപ്തിൽ നമുക്ക് ഒരു ഇൻക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഇൻക്രിപ്ഷൻ ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ഇൻക്രിപ്ഷനാണ്. സോ അതിൽ 3 ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആണ് ഇൻസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഗ്രീക്കും ഉണ്ട്, ഒപ്പം തന്നെ എന്താണ് 2 ഈജിപ്ഷ്യൻ ഫോമിലുള്ള ലാംഗ്വേജും ഉണ്ട്. സോ അതിൽ നമ്മൾ ആ ഒരു ഇൻക്രിപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എൽ എന്ന് പറയുന്ന ലെറ്ററിൻ്റെ അവിടെയാണ് ലയൺ എന്ന് പറയുന്ന ആ ഒരു ഇമേജാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബേർഡ്സ് ഉള്ള ആ ഒരു പ്ലേസിൽ എ എന്ന് പറയുന്ന ലെറ്ററാണ്. സോ ഓരോ അനിമൽസിൻ്റെ പടത്തിന് അനുസരിച്ചിട്ടുള്ള ആൽഫബറ്റുകൾ എന്ത് ചെയ്യാൻ പറ്റി, ഹിസ്റ്റോറിയൻസ് എന്ത് ചെയ്യാൻ പറ്റി, ഡെസിഫർ ചെയ്യാൻ തുടങ്ങി. അതായത് ഇത് മനസ്സിലാക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണല്ലോ ഡിസൈഫർമെൻ്റ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഓരോ ഇമേജസ് അല്ലെങ്കിൽ അവർ കൊത്തി വെച്ചേക്കുന്ന കാര്യങ്ങൾ ഓരോ ആൽഫബറ്റിക് ഓർഡറിലേക്ക് മാറ്റിയിട്ട് അത് മനസ്സിലാക്കിയെടുക്കുന്ന രീതിയാണ് ഡിസൈഫർമെൻ്റ് എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ ഓരോ ഇമേജസിനെ ഓരോ ആൽഫബറ്റായിട്ട് അവർ കൺവേർട്ട് ചെയ്താണ് മനസ്സിലാക്കി എടുത്തിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്താണ് ഇൻക്രിപ്ഷൻസ് വായിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് പാസ്റ്റിനെ പറ്റി മറ്റ് നോളജുകൾ തന്നിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിനെ പറ്റിയാണ്. ആ ഒരു ഗ്രൂപ്പിൻ്റെ പേരാണ് ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ പറയും ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ അല്ലേ. സോ അത് പഠിക്കുന്നവരെ ആർക്കിയോളജിസ്റ്റ് എന്ന് വിളിക്കും അല്ലേ. സോ നമുക്കറിയാം ആ ഒരു ടൈമിലുള്ള സിറ്റീസ് ഡെവലപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റീസിലുള്ള ബിൽഡിങ്സിൻ്റെ റിമൈനിങ്സ്, ഒപ്പം തന്നെ ആ ഒരു റിമൈനിങ്സിൽ നിന്നാണ് നമുക്ക് സ്റ്റോൺ ബ്രിക്സ് കിട്ടിയിട്ടുള്ളത്, ഒരുപാട് പെയിൻറ്റിങ്സ് കിട്ടിയിട്ടുണ്ട്, സ്കൾപ്ചേഴ്സ് കിട്ടിയിട്ടുണ്ട്. സോ ഇതൊക്കെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എർത്തിൻ്റെ സർഫസ് ഡീപ്പ് എക്സ്കവേഷൻസ് ചെയ്തിട്ട്, അതായത് ആഴത്തിൽ കുഴിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഓരോ എവിഡൻസുകൾ കിട്ടിയിട്ടുള്ളത്. സോ ആ ഒരു ടൈമിൽ നമുക്ക് ഒരുപാട് ടൂൾസും വെപ്പൺസും കിട്ടിയിട്ടുണ്ട്. സോ അവർ അഗ്രികൾച്ചറിൽ ഏതൊക്കെ ടൂൾസാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അപ്പം അവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇല്ലേ, ലാൻഡിന് വേണ്ടിയും ഈ ഒരു എന്താണ് അനിമൽസിന് വേണ്ടിയൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ടൈമിൽ ഏതൊക്കെ വെപ്പൺസാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള ഒബ്ജക്റ്റുകൾ മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ഒബ്ജക്റ്റുകൾ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, അതായത് ക്ലേ കൊണ്ടാണോ, ഒപ്പം തന്നെ എന്താണ് മെറ്റൽ കൊണ്ടാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്
ഈ ഒരു ആർക്കിയോളജിക്കൽ എവിഡൻസിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അന്നത്തെ കാലഘട്ടത്തിൽ ഓർണമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ, കോയിൻസ് യൂസ് ചെയ്തിട്ടുണ്ടോ, സോ ഏതൊക്കെ അനിമൽസിൻ്റെ ബോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്, ഏതൊക്കെ ബേർഡ്സുകൾ ഉണ്ടായിരുന്നു, ഫിഷ് ഉണ്ടായിരുന്നു, ഏതൊക്കെ പ്ലാന്റ് റിമൈനിങ്സ് ഉണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എന്താണ് ആർക്കിയോളജിക്കൽ എവിഡൻസിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു അനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഫിഷിൻ്റെയൊക്കെ ബോൺസ് നമുക്ക് കൂടുതൽ കിട്ടും, പക്ഷെ പ്ലാന്റ്സിൻ്റെ റിമൈനിങ്സ് നമുക്ക് വളരെ റെയർ ആയിട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ആ ഒരു കാലഘട്ടത്തിലുള്ള എന്താണ് ധാന്യങ്ങൾ അതൊക്കെ എന്താണ് അവർ കുക്ക് ചെയ്താണോ, അതായത് ബേൺഡ് ആണോ എന്നൊക്കെ നോക്കാറുണ്ട്. സോ നമുക്ക് ഹിസ്റ്റോറിയൻസ് പല രീതിയിൽ പാസ്റ്റുകൾ നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കിയോളജി വഴി, പിന്നെ നമുക്കറിയാം മനുസ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ലേ, ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ കണക്ക് ഇൻക്രിപ്ഷൻസ് ഉണ്ടായിരുന്നു. സോ ഇങ്ങനെയാണ് നേരത്തെ പറഞ്ഞ ആ ഒരു പാസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. സോ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടുള്ള സജഷൻസ് കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.